പണ്ടൊക്കെ എങ്ങനെ ഒരു കല്യാണം നടക്കുന്നത്? ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ ഇടയ്ക്ക് ഒരു ബ്രോക്കർ കാണും. ആ ബ്രോക്കറിൻ്റെ മിടുക്കൊണ്ടായിരിക്കും പല കല്യാണം നടക്കുന്നത്. ഇന്ന് നേരെ തിരിച്ചാ കേട്ടോ. ചെറുക്കൻ നേരെ പെണ്ണിൻ്റെ ഇൻസ്റ്റാഗ്രാം ID മേടിക്കുന്നു. ആ IDയിലോട്ട് ലവ് ചിഹ്നം വിടുന്നു. പെണ്ണ് തിരിച്ചു വിട്ടാലായി, ഇട്ടില്ലേലായി. അതിനകത്ത് മൂന്നാനും ഇല്ല, പെണ്ണിൻ്റെ വീട്ടുകാരും ഇല്ല, ആരുമില്ല. ഈ പെണ്ണിനും ചെറുക്കനുമാണ് ആ തീരുമാനം എടുക്കുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, ഇന്നത്തെ കാര്യമാണത്. പക്ഷേ പണ്ട് ബ്രോക്കർമാരാണ് കൂടുതലും കല്യാണം നടത്തുന്നത്. അങ്ങനെ ചെറുക്കനെയും കൂട്ടിക്കൊണ്ട് മൂന്നാം നേരെ പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ഇരിക്കുന്ന അച്ചപ്പവും മിച്ചറും ഏത്തപ്പഴം ഒക്കെ വായി ഒരു ചെറുക്കൻ തിന്നുന്നു. കുറച്ചെടുത്ത് പോക്കറ്റിൽ കയറ്റുന്നു. അവിടെ വെച്ച് തീരുമാനം ഉറപ്പിക്കുകയാണ്. പെണ്ണിന് ചെറുക്കനെ വേണോ, ചെറുക്കന് പെണ്ണിനെ വേണോ എന്ന് തീരുമാനം ഈ മൂന്നാനും പെണ്ണിൻ്റെ വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരെടുത്ത് തീരുമാനം അവിടെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ തിരിച്ചു പോവുകയാണ്. അവൻ അവൻ്റെ വഴിക്ക് പോകുന്നു, പെണ്ണിൻ്റെ വഴിക്ക് പോകുന്നു. അതാണ് നാട്ടു നടപ്പ് അന്നത്തെ. അതുപോലെ ഒരു ചെറുക്കൻ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോകും. സ്വാഭാവികമായിട്ടും പഴയ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഇല്ലാത്തതൊക്കെ മൂന്നാൻ അവിടെ ചെന്ന് കേൾപ്പിക്കുന്നു. എന്തായാലും സ്വാഭാവികമായിട്ടും അടുത്ത അന്വേഷണം എന്തായിരിക്കും? ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചെറുക്കൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ ചെറുക്കൻ തത്തേ തരി കൊടുത്തതാണ് എന്ന് പറഞ്ഞ് ചെറുക്കൻ ആകെ പോക്ക. ഇല്ലാത്ത പണിയൊന്നും അവൻ്റെ കയ്യിലില്ല. ഏതെങ്കിലും അച്ഛനും അമ്മയും കെട്ടിച്ചു കൊടുക്കും പെണ്ണിനെ? ഇല്ല. ഇവിടെ സംഭവിക്കുന്നു. പെണ്ണിൻ്റെ വീട്ടിൽ പറയുന്നു, മോനെ നിനക്ക് നിൻ്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. അവിടെ തീരുകയാണ്. പക്ഷേ ഈ പയ്യൻ അത് വിടുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ നിന്ന് ആ പെണ്ണ് പോകുന്നില്ല. ആ പെണ്ണിനെ തന്നെ വേണം. ഒരു ഗംഭീര പ്രതികാരം വർഷങ്ങൾക്ക് ശേഷം ഈ പന്ന നടപ്പിലാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിത്തരിച്ചു പോകും ആ പ്രതികാരം കേട്ടിട്ട്. ഇങ്ങനെയൊരു പ്രതികാരമുണ്ടോ അല്ലേ? ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച ആ പ്രതികാരത്തിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പിടിച്ചു മോനെ, പിടിച്ച് ഓടിച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ചൊക്കമ്മലയിൽ ആ പാറ കോറിയിലിട്ടാണ് അവസാന പ്രതിയും പിടികൂടിയിരിക്കുന്നത്. ആദ്യത്തെ 3 എണ്ണത്തിനെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോക്കി. ഇവന്മാർക്ക് ചെറിയ പ്രായമല്ലേ, 10, 22, 23 വയസ്സുള്ള പയ്യന്മാരാണ്. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർക്ക് വിശന്ന്. അപ്പം വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഈ 3 പേരും കൂടി അടുത്തുള്ള കടയിലേക്ക് നാരങ്ങ വെള്ളമോ എന്തോ സാമാനം കുടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് കടക്കാരെ ഇവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ നേരെ പോലീസിനെ വിളിച്ച് പറയുന്നു. പോലീസുമാർ കയ്യോടെ പിടികൂടുകയാണ്. അപ്പോഴും ഈ 1-ാം പ്രതിയായിട്ടുള്ള സുധീഷിനെ കണ്ടെത്തുന്നില്ല. അവൻ എവിടെയാണ് ഒരു പിടിയുമില്ല. ഇവനാണ് ഈ പരിപാടി മൊത്തം ഒപ്പിച്ചിരിക്കുന്നത്. അവസാനം ചൊക്കമ്മലയിലേക്ക് ആ പാറക്കൂറയിലേക്ക് ഇടിച്ചു കയറി പോലീസ്. അവിടെ ഇരിക്കുവാണ് ആ രൂപം. നമ്മൾ ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയ ആ ക്രൂരനായിട്ടുള്ള വൃത്തികെട്ടവനായിട്ടുള്ള സുധീഷിനെ പോലീസ് കയ്യോടെ പിടിക്കുന്നതോടെ ഈ സംഭവത്തിൻ്റെ പരിസമാപ്തി ആവുകയാണ്. എന്തായാലും പോലീസ് ഒന്നും ഞെട്ടി. ആദ്യം കണ്ട രൂപമൊന്നുമല്ല ഇവന്മാർക്ക് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഇവന്മാർക്കെല്ലാം തലമുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിട്ടിയപ്പോൾ തലയൊക്കെ മൊട്ടയടിച്ച് ആകപ്പാടെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഒരു മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ചുറ്റിയുമാർ പളനിയിൽ പോയി, മധുരയിൽ പോയി, അവസാനം നിവൃത്തിയില്ലാതെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഈ പാറക്കോറിയിലാണ് കുറച്ച് ദിവസമായിട്ട് താമസിച്ചിരുന്നത്. പോലീസ് ഇവന്മാരെ പിടിക്കാൻ പെട്ട പാട് ചില്ലറയൊന്നുമല്ല കേട്ടോ. അവസാനം നിവൃത്തിയില്ലാതെ പോലീസ് 4 ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞു. ഒരു ഗ്രൂപ്പ് നേരെ മധുരയിലേക്ക് പോയി, മറ്റൊരു ഗ്രൂപ്പ് പളനിയിലോട്ട് പോയി. അവസാനം കുറേ അന്വേഷണത്തിനൊടുവിൽ ഇവന്മാരെ കയ്യോടെ പിടികൂടുക. ഇതാണ് അവതാരം. നോക്കിയോ, സൂക്ഷിച്ച് നോക്കിയോ, കൊച്ചു പയ്യന്മാരാ. ഇവന്മാരെ കാണിച്ച പണികൾ ചിലതൊന്നും അല്ല മോനെ. അവസാനം ഈ 1-ാം പ്രതിയായിട്ടുള്ള സുധീഷ് പോലീസിന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? നീ എന്തിനാടാ ഈ ക്രൂരകൃത്യം ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ പ്രണയം ആ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്തത്. അവൻ്റെ പ്രണയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലാണോ ഇത് നടക്കുന്നത് നമ്മൾ ചിന്തിച്ചു. അതും കേരളത്തിൽ മാസങ്ങളല്ല വർഷങ്ങൾ നീണ്ട അവൻ്റെ പ്രയത്നമാണ് ഇപ്പോൾ പോലീസ് പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഇവൻ എന്താ ചെയ്യുന്നറിയാമോ? നമുക്ക് ആ കഥയിലേക്ക് വരാം. ചെറിയ കാര്യമൊന്നുമില്ല, വലിയൊരു കാര്യമാണ് ഈ 4-5 പിള്ളേർ ചേർന്ന് നടപ്പിലാക്കിയിരിക്കുന്നത്. അനിൽകുമാറാണ് നമ്മുടെ കഥ നായകൻ. കാരണം അനിൽകുമാറിന് ഒരു മിടുക്കിയായ മകളുണ്ട്. ആ മകൾക്ക് കല്യാണപ്രായമായി. അങ്ങനെ പല ആലോചനകളും വരികയാണ്. അതിൽ ഒരു ആലോചന കയറി അങ്ങ് മുറുകി. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയേ പറ്റൂ. അടുത്ത മാസം കല്യാണമാണ്. അനിൽകുമാറിന് 2 മക്കളാണ്. അനിൽകുമാർ മേശിരി പണിയൊക്കെയാണ്, കെട്ടിട പണിക്കാരനാണ്. നല്ലൊരു പണിക്കാരനാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കഥാപാത്രമാണ്. അങ്ങനെ ആ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് അനിൽകുമാറിൻ്റെ വീട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം 2 പയ്യന്മാർ അനിലിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അണ്ണാ, മറ്റേ വീട് ശരിയായി കേട്ടോ. ഏത് അനിൽ പെട്ടെന്ന് മനസ്സിലായില്ല. ഒരുപാട് വീട് നോക്കുന്ന ആളല്ലേ. ഏത് വീട്? പക്ഷേ അണ്ണാ, കുറച്ച് നാൾ മുമ്പ് ഒരു വീടെണ്ണം നോക്കിയില്ലായിരുന്നോ? ആ വീട് പണിയാനുള്ള പൈസയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പണി തുടങ്ങിയാലോ? അപ്പോഴാണ് അനിലിന് കത്ത്. ശരിയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്, ഒരാളൊഴിഞ്ഞ് വീട് പോയി നോക്കിയിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടാണ്. അപ്പോൾ ആ വീടൊന്ന് പുതുക്കി പണിയണം. അന്ന് പൈസ ഇല്ല ഈ പിള്ളേരുടെ കയ്യിൽ. ഇപ്പോൾ പൈസ ഒത്തു. അതുകൊണ്ട് ആ വീട് പുതുക്കി പണിയാൻ വേണ്ടിയാണ് ഇവന്മാർ പൈസയുമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ അനിലിനെയും കൂട്ടിക്കൊണ്ട് ഈ പിള്ളേർ നേരെ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കിളിമാനൂർ നഗുരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ പ്രദേശമാണ്. അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് ഈ അനിലിനെയും കൂട്ടിക്കൊണ്ട് നേരെ ആ സംഘം ചെല്ലുകയാണ്. അവിടെ അനിൽ കാണുന്ന കാഴ്ച മറ്റൊന്നുമല്ല. എന്താ അറിയുമോ? കുറേ നാൾ മുമ്പ് ഈ വീട് കണ്ടതാണ്. അന്ന്
പുറമേ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ അകത്ത് കയറിയപ്പോൾ അല്ല ഞെട്ടിപ്പോയി. ഒരു മുറി മാത്രം സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത്. അത് സൗണ്ട് പ്രൂഫാണ്. ഗ്ലാസ്സൊക്കെ വെച്ച് ഭയങ്കര മോഡേൺ രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. ഒരു വല്ലാത്ത സെറ്റപ്പ്. അയാൾക്ക് സംശയം തോന്നിയില്ല. അണ്ണാ ഇതാണ് നമ്മൾ പണിയാൻ പോകുന്ന വീടിൻ്റെ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേർ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അനിൽ അവിടെ വെച്ച് ആ രൂപത്തെ കാണുകയാണ്. ആ രൂപം ആരാണെന്ന് ഞാൻ പിന്നെ പറയാം. അങ്ങനെ ആ റൂമിലേക്ക് കയറ്റുന്നു. പിന്നെ നമ്മൾ കേട്ടുകേൾവില്ലാത്ത സംഭവമാണ് ആ മുറി നടക്കുന്നത്. അത്രയും പൈശാചികമായിട്ടുള്ള വാക്കുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈ അനിലിൻ്റെ കൈവിരലുകൾ പിടിച്ചൊടിക്കുന്നു, ആ ഹെൽമെറ്റ് കുഞ്ഞ് തലയടിച്ച് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ മൃഗീയമായിട്ടുള്ള ക്രൂരകൃത്യങ്ങളാണ് ആ മുറി നടക്കുന്നത്. ഒരു ശബ്ദം പോലും കേൾക്കാൻ വയ്യാത്ത വിധം ആ മുറി ആകെ സൗണ്ട് പ്രൂഫ് ചെയ്തിരിക്കുകയാണ്. ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കത്തില്ല. അല്ല വാവിട്ട് നിലവിളിക്കുന്നുണ്ട്, രക്ഷയില്ല. അത്ര മൃഗീയമായിട്ട് നഖം പിടിച്ചു വലിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുരിശു പോലൊരു സാധനമുണ്ട്, അതിലേക്ക് അല്ല ഇങ്ങനെ രണ്ട് കൈയും ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. അതിൽ പിന്നെ മുളക് വെള്ളം ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരത്തോട് എന്തൊക്കെ മൃഗീയ പ്രവൃത്തി ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ. എന്തായാലും അനിലിനെ മൃതപ്രായമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഈ അനിലിനോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, നിന്നെ ജീവനോടെ വിടാം, പകരം ആ പയ്യനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഏത് പയ്യനാ? അനിലിൻ്റെ മകനുണ്ട്. ആ മകനെ കൂടി ഇങ്ങോട്ട് സൂത്രത്തിൽ കൊണ്ടുവരണം. അങ്ങനെ അനിൽ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട അച്ഛനെ കൊണ്ട് സ്വന്തം മകനെ വിളിപ്പിക്കുകയാണ്. മകനെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ ആ പണി നടക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ട്, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞു. അയാൾക്ക് പറഞ്ഞേ പറ്റൂ. കാര്യം അയാളെ കൊല്ലാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് അവരിയ്ക്കുന്നത്. എന്തായാലും അയാളുടെ ആ വിളിയിൽ ഒന്നും അറിയാത്ത ആ മകൻ കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഇവിടെ എത്തി ആ മകനെ അതുപോലെ തന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ്. നിലവിളിക്കുന്നൊരു അച്ഛനും മകനും കൂട്ട നിലവിളിയാണ്. പുറത്ത് ഒരാളും ആ നിലവിളി കേൾക്കുന്നതേ ഇല്ല. ഇഞ്ചിഞ്ചായിട്ട് പിച്ച് ചീന്തുകയാണ്. ശരീരത്തിലുടനീളം മാന്തി പറിക്കുകയാണ്. ഹെൽമെറ്റ് വെച്ചും അതുപോലെ തന്നെ ചുറ്റി വെച്ചൊക്കെ തലങ്ങും വിലങ്ങുമൊക്കെ അടിച്ച് നശിപ്പിക്കുകയാണ്. കഷ്ടമായിപ്പോൾ അല്ലേ? ഇനി ഇപ്പോൾ അടുത്ത ലക്ഷ്യം ഇവർ രണ്ടുപേരും എത്തിച്ചു കഴിഞ്ഞു. ഇനി അമ്മയെ കൂടി ഇവിടേക്ക് എത്തിക്കണം. കാരണം അതിൻ്റെ ഭാര്യയെ കൂടി എത്തിക്കണം. അതിന് ഈ മകനെയാണ് ഏർപ്പെടുത്തുന്നത്. നീ എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണം, ഇല്ലെങ്കിൽ അച്ഛനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. മകന് വേറെ നിവൃത്തിയൊന്നുമില്ല. അങ്ങനെ മകൻ നേരെ മറ്റേ കൂടെ ഉണ്ട് കേട്ടോ. മകനെ കൂട്ടിക്കൊണ്ട് ഇവന്മാർ നേരെ ആ വീട്ടിലേക്ക് ചെന്നു. അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതാണ് സംഭവം എന്ന് ഈ മകൻ അമ്മയോട് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ആ സ്ത്രീയുടെ ബുദ്ധി പ്രവർത്തിച്ചത്. ഇവന്മാർ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അമ്മ സൂത്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് കാര്യം പറയുകയാണ്. ഇതുപോലെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, രക്ഷിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ കള്ളി വെളിച്ച് താവുകയാണ്. ഇവന്മാർക്ക് മനസ്സിലായി സംഭവം പുറത്തായി, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇവന്മാർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ആ സ്ത്രീയുടെ ബുദ്ധിയാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായിട്ട് മാറിയത്. സംഭവം വാർത്തയായി, പോലീസ് എത്തി. ആ വീട് പരിശോധിച്ചപ്പോൾ കാണുന്ന കാഴ്ച മൃതപ്രായമായിട്ട് കിടക്കുന്ന അനിൽകുമാർ, മകൻ്റെ അവസ്ഥ ഇങ്ങനെ. അകപ്പാടെ സിനിമാ കഥയെ പോലും വെല്ലുന്ന ഒരു സംഭവമാണ് ആ വീട്ടിൽ അരങ്ങേറിയത്. ശരിക്കും പറഞ്ഞാൽ ഈ വീട് കണ്ട് നാട്ടുകാർ പോലും ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയ സെറ്റപ്പാണ് അകത്തുള്ളതെന്ന് ആ തൊട്ടടുത്തുള്ള താമസക്കാർ പോലും അറിഞ്ഞില്ല. പണ്ടത്തെ ജോസ് പ്രകാശ് സിനിമകളുണ്ടല്ലോ, അതിനകത്ത് ചുമന്ന ലൈറ്റ് കത്തുന്നത്, അപ്പുറത്ത് പോത്തിൻ്റെ തല, അങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അമ്മാതിരി സെറ്റപ്പാണ് ആ വീട്ടിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു മുറി അതിനുവേണ്ടി മാത്രമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആ മുറിയിൽ എന്തും നടന്നാലും പുറത്ത് ഒരു കുഞ്ഞിന് പോലും കേൾക്കാൻ പറ്റത്തില്ല. അത്രയും വലിയ പീഡനമാണ്, ഞാൻ ഈ പറയുന്നത് വെറും വാക്കല്ല, അത്രയും വലിയ പീഡനമാണ് ആ വീടിനുള്ളിൽ നടന്നിരിക്കുന്നത്. ഇനിയിപ്പം ആരാണ് ഇതിൻ്റെ പിന്നിലല്ലേ? അതല്ലേ അറിയേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ അനിൽകുമാറിൻ്റെ മകളെ പെണ്ണ് കാണാൻ വന്ന സുധീഷാണ് ഇതിൻ്റെ സൂത്രധാരൻ. അവൻ എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം പ്രതികാരം ആ കുടുംബത്തോട് തോന്നിയത് അല്ലേ? അതിനു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോകാം. ഈ അനിൽകുമാറിൻ്റെ മകളെ പെണ്ണ് കാണാൻ സുധീഷ് എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള ഈ അലൂമിനിയം ഫാബ്രിക്കേറ്റ് ജോലിയുള്ളവൻ വരികയാണ്. ഒരു ബ്രോക്കറും കൂടെയുണ്ട്. അങ്ങനെ ആ വീട്ടിലേക്ക് വരുന്നു, പെണ്ണ് കാണുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണ് കാണുന്ന ചടങ്ങിനൊടുവിൽ രണ്ടുപേരും പരസ്പരം പിരിയുകയാണ്. സ്വാഭാവികമായിട്ട് പിന്നെന്താ നടക്കുക? ഈ ചെറുക്കനെ പറ്റി വീട്ടുകാർ അന്വേഷിക്കുമല്ലോ, പെണ്ണിൻ്റെ വീട്ടുകാർ അന്വേഷിക്കുമല്ലോ, ചുമ്മാ ആരും ഇങ്ങനെ ഇറക്കി വിടത്തില്ല. അങ്ങനെ അനിൽ ഈ പയ്യനെ പറ്റി വിശദമായിട്ട് നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ആകെ തല്ലിപ്പൊളിയാണ്. സ്വന്തം തന്തയെ തല്ലി എന്ന് പറയുന്നവനെ പിന്നെ നമുക്ക് മനുഷ്യക്കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ലല്ലോ. അമ്മാതിരി പണിയാണ് ഇവൻ്റെ കയ്യിലുള്ളത്. ഒരുപാട് ഗുണ്ടാ പ്രവർത്തനങ്ങൾ, കഞ്ചാവ്, എല്ലാ സെറ്റപ്പും ഇവൻ്റെ കയ്യിലുണ്ട്. ഈ രൂപം തന്നെ കണ്ടാൽ അറിയാമല്ലോ, അമ്മാതിരി പണികളും ഉണ്ട്. കുറേ കൂട്ടുകാർ ഇവനോടൊപ്പം ഒത്തുനിൽപ്പുണ്ട്. എന്തായാലും ഈ ബന്ധം വേണ്ട എന്ന് അനിൽ അറുത്ത് മുറിച്ച് പറയുകയാണ്. പെൺകുട്ടി നേരത്തെ പറഞ്ഞു, പെൺകുട്ടിക്ക് എന്തോ ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, അവൾ നേരത്തെ പറഞ്ഞു എനിക്ക് ഈ പയ്യനെ വേണ്ടത്, എങ്കിലും ഒന്നുകൂടി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അനിൽ ഇവനെ പറഞ്ഞു വിട്ടത്. അന്വേഷണത്തിനൊടുവിൽ ഒരു കാര്യം ബോധ്യമായി, ഇവൻ പറ്റിയ ആളല്ല. അങ്ങനെ ഇവനെ പറഞ്ഞു വിടുകയാണ്. പക്ഷേ ഇവൻ്റെ മനസ്സിൽ അതൊരു പ്രതികാരമായിട്ട് പതഞ്ഞു പൊങ്ങുകയാണ്. ഇവൻ പലവട്ടം ആ പെണ്ണിന് വേണ്ടി ഈ വീട്ടുകാരോട് വീണ്ടും പറഞ്ഞു, എനിക്ക് ആ പെണ്ണെ കെട്ടിച്ച് തന്നേ പറ്റൂ. അനിൽ പറഞ്ഞു, ഒക്കത്തില്ല മോനെ, നീ അടുത്ത പണി നോക്ക്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും?
അവൻ അടുത്ത പണി നോക്കേണ്ടതാണ്. ഇവൻ അടുത്ത പണി നോക്കുന്നില്ല. ഈ പെണ്ണെ തന്നെ മതിയെന്നും പറഞ്ഞ് ഇവൻ ഒരു വലിയ പദ്ധതി തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇവൻ്റെ മുത്തശ്ശൻ്റെ ഒരു വീട് തന്നെയാണ് എടുക്കുന്നത് തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി. ആ വീടിന് വലിയ ആദ്യമായിട്ട് തന്നെ ഒരു കുഴി എടുക്കുകയാണ്. പിന്നീടാണ് പോലീസ് പറയുന്നത് ഈ ഒരുപക്ഷെ ഇവരെ കൊന്നതിന് ശേഷം കുഴിച്ചിടാൻ വേണ്ടിയുള്ള കുഴി ആക്കി എടുത്തേക്കെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ കുഴി എടുക്കുന്നു. ആ വീടിനുള്ളിൽ 2,50,000 രൂപ ചെലവഴിച്ച് ഇൻറ്റീരിയർ വർക്ക് നടപ്പിലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൂഫ് ആക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു വിധത്തിലുള്ള ബഹളം പുറത്ത് കേൾക്കാൻ പാടില്ല. അമ്മാതിരി പണിയൊക്കെ ആ വീടിനുള്ളിൽ ഒപ്പിച്ചു. 4 മാസം കൊണ്ടാണ് ഈ പണിയൊക്കെ നടപ്പിലാക്കുന്നത്. അത് മാത്രമല്ല ഇടിക്കട്ട, പിന്നെ പല വിധത്തിലുള്ള ആയുധങ്ങൾ, ചുറ്റിയലുകൾ, അങ്ങനെ പല വിധത്തിൽ കുരിശു പോലുള്ളൊരു സാധനം, കാര്യം കൈ കെട്ടിയിട്ട് അപ്പുറം ഇപ്പുറം അടിക്കാനും വലിച്ചൂരാനുള്ള കുടിലുകൾ പോലുള്ള സാധനങ്ങൾ, അങ്ങനെ പല പല സാധനങ്ങളും ആ വീട്ടിൽ ഒരുക്കിയിരിക്കുകയാണ്. എന്തായാലും എല്ലാ ആയുധങ്ങളും സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയാണ് പദ്ധതി നടപ്പിലാക്കാൻ പോവുക. അങ്ങനെ സൂത്രത്തിൽ ഈ അനിലിൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അനിലിനെ ഒരിക്കൽ ഈ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ വീടിനുള്ള പണിക്കുള്ള തയ്യാറെടുപ്പാണെന്ന് അനിൽ വിചാരിക്കുകയാണ്. പൈസ റെഡിയായില്ലെന്നൊക്കെ പറഞ്ഞ് അനിലിനെ തിരിച്ചു വിടുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ അനിലിന് ആ സംശയം ഒന്നുമില്ല. അപ്പോഴാണ് അനിലിൻ്റെ മകളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നത്. അടുത്ത മാസം കല്യാണമാണ്. അയാൾ അതിൻ്റെ തിരക്കിലാണ്. ആ സമയത്ത് തന്നെ ഇവൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നു. സൂത്രത്തിൽ അനിലിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വീട്ടിലേക്ക് നടപ്പിലാക്കുകയാണ്. അനിലിനെ കൊണ്ടുവരുന്നു, അയാളെ പൈശാചികം വിധത്തിൽ പീഡിപ്പിക്കുകയാണ്. പിന്നെ മകനെ കൊണ്ടുവരുന്നു. അവസാനം അമ്മയെ കൂടി ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി അവൻ്റെ പ്രതികാരം തീർക്കാനുള്ള ലക്ഷണമായിരുന്നു. പക്ഷേ അമ്മയുടെ ബുദ്ധി ഇവിടെ പണി ആകെ പാലിക്കുകയാണ്. അവസാനം ഇവന്മാർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. തല മുട്ടിയടിക്കുന്നു. പോലീസിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ കണ്ടുപിടിക്കുക ഒരു മാർഗം പോലും ഇല്ല. വണ്ടി ഉപയോഗിക്കുന്നില്ല, മൊബൈൽ ഉപേക്ഷിച്ചു, ID കാർഡുകളെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. പളനി, മധുര, മറ്റേ മാങ്ങോന്തിരിയും പറഞ്ഞ് നടക്കുകയാണ്. ഒരു വിധത്തിലും കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. പോലീസ് ഇവിടെ ശരിക്കും പറഞ്ഞ് വെള്ളം കുടിച്ചു. അവസാനം ഈ 3 പേര് വെള്ളം കുടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വിശക്കുന്നും പറഞ്ഞ് ഒരു കടയിലെത്തുന്നു. ആ കടക്കാരൻ ഇവന്മാരെ തിരിച്ചറിഞ്ഞു. അത്രത്തോളം പ്രമാദമായിട്ടുള്ള വാർത്തയായിരുന്നു. എല്ലാവരുടെ മനസ്സിൽ ഈ വാർത്തയുണ്ട്. കാരണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മൃഗീയമായ പീഡനമാണ് ഒരു അച്ഛനും മകനും അവിടെ നേരിടേണ്ടി വന്നത്. എന്തായാലും ആ കടക്കാരൻ നേരെ പോലീസിനെ അറിയിക്കുന്നു. ഇവന്മാരെ കൈയോടെ പിടികൂടുന്നു. ഇവന്മാരുടെ മൊഴി അനുസരിച്ച് ചൊക്കൻമലയിലേക്ക് പോലീസ് ഇടിച്ചു കയറുന്നു. ആ പാറക്കോറിൽ വെച്ച് സുധീഷ് എന്ന് പറയുന്ന വൃത്തികെട്ടവനെ ആ മൃഗത്തെ കൈയോടെ പിടികൂടുന്നതോടെ ഇതിനുള്ള ഒരു അന്ത്യം വരികയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയും. ഒരു പക്ഷേ ഇവനെയൊക്കെ എന്താ വിളിക്കുന്നത്, സൈക്കോയ്ക്ക് അതിനപ്പുറം വേറെ വാക്കുണ്ടോ എനിക്കറിയത്തില്ല. ഇവനെ ഒരുപക്ഷെ ആ പെണ്ണിനെ കെട്ടിച്ച് കൊടുത്തിരുന്നെങ്കിൽ അവസാനം ചോദിക്കുക, ഇപ്പോൾ തന്നെ ഇത്രത്തോളം ഒരു മനോരോഗി, ആ പെണ്ണിൻ്റെ ജീവിതം കൂടി പോകത്തില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അനിൽ എന്ന് പറയുന്ന ആ മനുഷ്യ എടുത്ത തീരുമാനം നല്ലത് തന്നെയായിരുന്നു. വിശദമായിട്ട് ആ ചെറുക്കനെ പറ്റി അന്വേഷിച്ചു. ചെറുക്കൻ മോശമെന്ന് മനസ്സിലാക്കി. അവന് വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞു. അതിലെന്താ തെറ്റിരിക്കുന്നത്? പക്ഷേ ഈ മൃഗം അതിൽ പ്രതികാര ബുദ്ധിയോടെ കൊണ്ടുനടന്നു. ആ പാവപ്പെട്ട അച്ഛനെയും ആ മകനെയും ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിച്ച് കളഞ്ഞു. അവസാനം അമ്മയെ കൂടി കിട്ടിയിരുന്നെങ്കിൽ ആ സ്ഥിതി മോശമാകുമായിരുന്നു. കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് വീടിൻ്റെ പുറകിൽ. ഇവരെയൊക്കെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാനായിരിക്കും ഇവിടെ പദ്ധതി. എന്തായാലും പോലീസെല്ലാം പൊളിച്ചടിക്കുകയും. ഒരു കാര്യം കൂടി പറയാം, എന്തായാലും അവന്മാർ അകത്തു പോയി. എന്തായാലും തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് മാത്രം നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മിക്കാനുണ്ട്. നമുക്കൊരു നല്ല ആലോചന വരുന്നിരിക്കട്ടെ. അന്വേഷിക്കണം ചെറുക്കൻ എങ്ങനെയാണ്, അവന് ജോലിയുണ്ടോ, തരികടയാണോ, കാലം വളരെ മോശമാണ്, MDMA പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവനാണോ, അല്ലെങ്കിൽ പെണ്ണെ കെട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇവൻ ആ മൃഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. എത്രയോ ആത്മഹത്യകൾ നടക്കുന്നില്ലേ. ഇപ്പോൾ കാണുന്നു 2ാമത്തെ ദിവസം പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതൊക്കെ ചെറുക്കൻ്റെ കയ്യിൽ പൂണ്ടായിരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വന്തം മകളെ ഒരുത്തൻ്റെ കൂടെ ഇറക്കി വിടുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് അന്വേഷിക്കണം. ദിവസങ്ങൾ നീണ്ട അന്വേഷണം ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. എന്തായാലും അനിൽ എന്ന് പറയുന്ന ഈ പിതാവിന് ഒരു നല്ല സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ആവട്ടെ ഒരു അച്ഛൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.